ഹലോ ഗേസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും എൻ്റെ ഫാമിലിക്കും അൽഹംദുലില്ലാ സുഖമാണ്. ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് സ്പെഷ്യൽ വ്ളോഗാണ്. അതെന്താ ഡബിൾ സ്പെഷ്യൽ കൊടുത്തതെന്ന് വെച്ചാൽ എന്നും സ്പെഷ്യലാണ്, പക്ഷേ ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണ്, സെക്കൻഡ് ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് 3-ാം തീയതിയാണ്. ഡിസംബർ 1-നായിരുന്നു കേട്ടോ ബർത്ത്ഡേ. അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങളിതാ 2 ദിവസം ലേറ്റാക്കി. അങ്ങനെ എന്തായാലും സെലിബ്രേറ്റ് ചെയ്യും എന്തായാലും വിചാരിച്ചതാണ്. കാരണം മോൻ്റെതും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചെറുതായിട്ട് വലിയ പരിപാടിയൊന്നും അല്ലാതെ നമുക്ക് ഉള്ള ആൾ വെച്ചിട്ട് ചെറിയൊരു കുട്ടി സെലിബ്രേഷൻ. അങ്ങനെ ഞങ്ങൾ ഉച്ച ടൈമിലാണ് ഇപ്രാവശ്യം ബർത്ത്ഡേ വെച്ചത്. കാരണം ഈവനിങ് ആയിരുന്നു വെക്കാറ്, പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് വെക്കാമെന്ന് വിചാരിച്ചു. ഒരു വെറൈറ്റി ഒന്നും ചിന്തിക്കാത്തതല്ലേ. അങ്ങനെ ഞങ്ങളിതാ ഉച്ചയ്ക്ക് ഒരു ലഞ്ച് ടൈമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കൊടുത്തിട്ട് നമുക്ക് കേക്ക് കട്ടിങ്ങൊക്കെ ചെയ്യാം. ശരിക്കും കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ കൊടുക്കാറ്. പക്ഷേ ഇത് ഉച്ച ടൈമല്ല, അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിശക്കുന്ന ആ ടൈമാണല്ലോ. അപ്പോൾ നമ്മൾ വേഗം ഫുഡ് സെർവ് ചെയ്തു. ഫുഡ് ചിക്കൻ മന്തിയായിരുന്നു, ചിക്കൻ കാന്താരി ചിക്കനായിരുന്നു. അങ്ങനെ അതും മന്തിയും പിന്നെ ഡെസേർട്ടായിട്ട് നമ്മൾ കുറച്ച് ഐസ്ക്രീമാണ് കൊടുത്തത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി ബർത്ത്ഡേ തുടങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മോൾക്ക് ആ ഡ്രസ്സ് വലിയ കംഫർട്ടായിട്ട് അവൾക്ക് തോന്നിയില്ല. കാരണം അവൾ ജീൻസും ടോപ്പും ആയിരുന്നുകൊണ്ട് പെട്ടെന്ന് അങ്ങനത്തെ മിഡി ടോപ്പ് ഒക്കെ ഇട്ടപ്പം ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെ അവൾക്ക്. അപ്പോൾ അതിന് കുറേ കരയൊക്കെ ചെയ്തു. അവളെ ഒരുക്കാൻ കുറച്ച് നേരം വൈകിട്ടോ. പിന്നെ അപ്പോഴേക്കും കേക്ക് കട്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അവൾ വലിയൊരു ചിരിയും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, അവളെ ഡ്രസ്സിൻ്റെ ആ ഒരു കോൺഫിഡൻസ് കുറവ് അവൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവളെ ഫേസിലും അത് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പിന്നെ കേക്കൊക്കെ എടുത്തപ്പോൾ അവൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുള്ളതൊക്കെ ഒരു ഇത് വന്നിട്ടുണ്ട്. പക്ഷേ മോന് കേക്ക് കണ്ടാൽ പിന്നെ അവന് കട്ട് ചെയ്യണം. അവനാണ് തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ളത്. അങ്ങനെതാ കേക്ക് കട്ട് ചെയ്ത് കൊടുത്തു, 2 കൊടുത്തു. മോന് നല്ല ഹാപ്പിയിലാട്ടോ. മോൾക്ക് അതിൻ്റെ പകുതി പോലും ഇല്ല. കാരണം അവളെ ഡ്രസ്സിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും. അങ്ങനെ കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഗിഫ്റ്റ്സൊക്കെ വാങ്ങിച്ചു. അതൊന്നും അവൾക്ക് വേണ്ട. അവൾക്കിപ്പം അവൾ മൈൻഡ് മാറിക്കിടക്കുകയാണല്ലോ. അപ്പം അങ്ങനെ ഞാൻ അവളെ എടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ മെയിൻ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഇവർക്ക് എത്രയോ ദിവസമായി വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ മോൻ്റെ ബർത്ത്ഡേക്കും അത് വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ മോളുടെ ബർത്ത്ഡേക്കാണ് ഞങ്ങളത് അവർക്ക് വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ. ഇത് ഒരാൾക്കുള്ള ഗിഫ്റ്റ് മാത്രമല്ല, 2 പേർക്ക് കൂടെയുള്ള ഗിഫ്റ്റാണ്. അങ്ങനെ ഈ ബർത്ത്ഡേക്ക് കൊടുത്തു എന്നേ ഉള്ളൂ. അങ്ങനെ രണ്ടാളും ഒത്തൊരുമിച്ച് പോകുമെന്നറിയില്ല. കാരണം 2 അടിപിടിയുള്ള ആൾക്കാരായതുകൊണ്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ഞങ്ങളിതാ പുറത്തൊക്കെ ഇറക്കി അവരൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. മോൾക്ക് കിട്ടിയ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കി. പിന്നെ അത് ലാസ്റ്റ് വന്ന ഒരു ഗസ്റ്റ് ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഒപ്പൻ്റെ അനിയനാണ്. അപ്പോൾ അവർ കുറച്ച് നേരം വൈകിപ്പോയി. കാരണം മോന് ക്ലാസ്സിലുള്ളത് കൊണ്ട് ഈവനിങ് ആവും എത്താനും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തോളി എന്നൊക്കെ പറഞ്ഞതാണ്. അങ്ങനെ മോൾ ഉറങ്ങിപ്പോയി കേട്ടോ. കൊണ്ടുവന്നപ്പോൾ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നപ്പോൾ അപ്പോൾ എല്ലാവരും ഗിഫ്റ്റ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനതൊന്ന് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്ത് കാണിച്ചു കൊടുത്തു എല്ലാവർക്കും. അത് നമുക്ക് കളിക്കാനുള്ള ആ ഒരു കട്ട അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷേ ഞാൻ വിചാരിച്ചത് ഇത് ഇവർ കളിക്കലൊന്നും ഉണ്ടാവില്ല. കുറച്ചൊക്കെ ഒന്ന് കളിച്ച് പിന്നെ എന്താ സംഭവം എന്ന് ഇവർക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഇവരിങ്ങനെ അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നിറച്ചിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഇവർക്ക് ഫുഡൊക്കെ കൊടുക്കണം, കേക്ക് കൊടുക്കണം, വെൽക്കം ഡ്രിങ്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവർക്കുള്ളതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊടുത്തു. അങ്ങനെ ഒരുവിധം ഈവനിങ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ ടൈം. അപ്പം എല്ലാവരും പോകാനുള്ള ടൈമായിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉപ്പയമ്മയൊക്കെ പോയി. ഇനി ഇവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പോവും. മോള് ഉറങ്ങുകയാണ്. അങ്ങനെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ.